ഹായ് വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ തൊട്ട് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് CBT 1 മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബോഡമസ് ആണ്. അപ്പോൾ ബോഡമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബോഡമസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ മാത്സ് പഠിച്ച് തുടങ്ങുന്നത്, നമ്പേഴ്സ് ഒക്കെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മാത്സ് നമ്പേഴ്സിനെ പ്ലസ്സും മൈനസും ഒക്കെ ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ ഈ ഒരു റൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു റൂൾ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂളിൽ നിന്നാണ് നമ്മൾ സ്കൂളിൽ നമ്മുടെ മാത്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സ്കൂളിൽ മാത്സ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ സെഷനിൽ നമുക്ക് ഈ പറയുന്ന റെയിൽവേയുടെ സിലബസിൽ കൊടുത്തേക്കുന്ന ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ആ ഒരു ഫുൾ റാൻഡം ടോപ്പിക്സിലെ ഏറ്റവും ആദ്യമേ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബോഡമസ് തന്നെയാണ്. അപ്പോൾ ബിക്കോസ് നമുക്ക് നമ്പേഴ്സിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്ലസും മൈനസും ഇൻറ്റു ഡിവൈഡ് ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുന്നത് ബോഡമസ് ആണ്. അപ്പം ബോഡമസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഒരു ചെറിയൊരു ടോപ്പിക് അല്ലെ അത് എന്ന് പറഞ്ഞ് വിടല്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താ പറയുക, നമ്മൾ എക്സാമിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ബേസ് കൂടിയാണ് ബോഡമസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും ബേസിക് ഐഡിയ ആണ് ബോഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ അത്രയും വലിയ കാര്യമാണ്, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് അല്ലേ എന്ന് നമുക്ക് തോന്നും. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. പിന്നെ അത് കൂടാതെ കുറച്ച് ബ്രാക്കറ്റും അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫോളോ ചെയ്യാനുണ്ട്. പക്ഷേ അതിനെ അത്രയും സിമ്പിൾ ആയിട്ട് കാണല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറയുന്ന സിംപ്ലിഫിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ബോഡമസിൽ നിന്ന്, നമുക്ക് ബോഡമസ് തന്നെയാണ് ആക്ച്വലി സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എക്സാമിൽ നമുക്ക് വരാൻ പോകുന്നത്. ഈ ബോഡമസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കത്തില്ല ഇതിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ 2 ക്വസ്റ്റ്യനിൽ മാത്രമായിരിക്കത്തില്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് എക്സാമിൽ ചോദിക്കാൻ പോകുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ അത് ചിലപ്പോൾ 30 ഓർ 35, അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് ഒക്കെ വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ ടിയർ 2 CBT 2 ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ പാറ്റേൺസ് ഓരോ എക്സാംസ് വരുമ്പോൾ അതിന്റെ പാറ്റേൺസിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ എക്സാം പോകാൻ പോകുന്നത്. ബട്ട് എങ്ങനെയായാലും ഒരു 30 to 40 ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈവൻ CBT 1 ആയാലും CBT 2 ആയാലും നമുക്ക് അവിടെ കാണും. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം തന്നെ ഈ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസിലും നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബോഡമസ് അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ വിചാരിച്ചോളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിന്റെ അകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ ഫോർമുല എടുത്തു, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല എഴുതിയെടുത്തു. നമ്മൾ ആ ഫോർമുലയിലേക്ക് വാല്യൂ ഇടേണ്ടിയ വാല്യൂസ് എല്ലാം തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ കഴിഞ്ഞു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക് അവിടെ തീർന്നു. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബേസിക് സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്. ആൻഡ് ആ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റൂളോ ഈ ബോഡമസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, അതിപ്പോൾ സിംപ്ലിഫിക്കേഷൻ അല്ല, ഏതൊരു ക്വസ്റ്റ്യൻ വേറെ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു 20 to 30% അല്ലെങ്കിൽ 20 to 25% മാത്രമാണ് ആ ടോപ്പിക്കും ആ ടോപ്പിക്കിന്റെ ഫോർമുല ആ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ഒക്കെ അവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു 75 to 80% ഓഫ് ദ ക്വസ്റ്റിന്റെ കാൽക്കുലേഷൻ പാർട്ടിലും സൊല്യൂഷൻ പാർട്ടിലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു മേജർ പാർട്ട് ഹോൾഡ് ചെയ്യുന്ന, ആ സൊല്യൂഷന്റെ മേജർ പാർട്ട് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആണ് ഹോൾഡ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു പാർട്ട് മാത്രമേ, 20 to 25% ഓഫ് ദ പാർട്ട് മാത്രമേ എവിടെ പോകുന്നുള്ളൂ, നമ്മുടെ ആ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ആ ക്വസ്റ്റിന്റെ കൺസെപ്റ്റിലേക്കൊക്കെ പോകുന്നുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം സിംപ്ലിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചാപ്റ്റർ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് ആക്ച്വലി സെക്കൻഡറി ആണ്. അതിന്റെ ഏറ്റവും ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, നമ്മൾ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്നത് അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ആക്ച്വലി ശരിക്കും അവിടെ മാറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട്, സിംപ്ലിഫിക്കേഷൻ പാർട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അയാൾക്ക് സ്ക്വയർ ഒക്കെ നല്ലപോലെ അറിയാം, ക്യൂബ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാമെങ്കിൽ, അവർക്ക് ഈ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിലും മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ റഫ് വർക്ക് കുറച്ചുകൊണ്ട്, ഓക്കെ, ഏറ്റവും മിനിമം റഫ് വർക്ക് ചെയ്തുകൊണ്ട് ഈ പോസിബിൾ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിക്കാതെ നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ
അവരായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് അവിടെ. ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഒക്കെ കുറച്ച് വീക്ക് ആണെങ്കിലും ചിലപ്പം കാൽക്കുലേഷൻ പാർട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അയാൾ കാൽക്കുലേഷൻ ഒക്കെ പെട്ടെന്ന് നോക്കി അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ആയിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് സ്ട്രോങ്ങും സിംപ്ലിഫിക്കേഷൻ വീക്കും ആയിട്ടുള്ള ഒരാളെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് ആ സിംപ്ലിഫിക്കേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കാണ് അതിന്റെ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. ബിക്കോസ് അയാൾ ആ ക്വസ്റ്റിന്റെ കൺസെപ്റ്റ് കുറച്ചൊക്കെ അറിയാമെങ്കിലും വളരെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കും. പക്ഷേ കൺസെപ്റ്റ് ഒക്കെ നല്ലപോലെ അറിയാം, പക്ഷേ കാൽക്കുലേഷൻ ഭയങ്കര വീക്കാണ്. ഓരോ സ്റ്റെപ്പ് എഴുതി എഴുതി പ്ലസും മൈനസും ഇൻഡും ഡിവൈഡ് ഒക്കെ നമ്മൾ ചെയ്യാൻ റഫ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. നമ്മൾ റഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ക്വസ്റ്റിന്റെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനെ അതേപോലെ കോപ്പി ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ സോൾവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പ്ലസോ മൈനസോ ഇൻറ്റു ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതേ നമ്പേഴ്സിനെ വീണ്ടും നമ്മൾ ആ പേപ്പറുടെ സൈഡിലേക്ക്, അതിന്റെ സൈഡിലേക്ക് കോപ്പി ഡൗൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അവിടെ സോൾവ് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ആൻസറിനെ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു റഫ് വർക്കിന്റെ പാർട്ടിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ സോൾവ് ചെയ്ത് ആൻസർ കിട്ടിയതിന് ശേഷം നമ്മൾ ആൻസറിന്റെ അടിയിൽ 2 വരയൊക്കെ വരച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി ആ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെന്തി ആയിട്ടുള്ള ഒരു റഫ് വർക്ക് ചെയ്യുന്ന ആൾ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്താ പറയുക, അയാൾ കുറച്ചുകൂടി ലാഗ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്ടീസിന്റെ സമയത്ത് നിങ്ങളുടെ ഈ ഇനിഷ്യൽ ലൈക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ്, ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇനിഷ്യലി നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആദ്യമേ സ്ട്രോങ് ആക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ പാർട്ടാണ് സ്ട്രോങ് ആക്കാനുള്ളത്. വൺസ് ആ പാർട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലോട്ട് ചെയ്തു പോകാൻ പറ്റും. ആ ടോപ്പിക് ഒരു ഇച്ചിരി വീക്കൊക്കെ ആണെങ്കിലും വൺസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അതും വളരെ നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടി സ്പീഡിൽ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റും അതേപോലെ ലാസ്റ്റ് 2 ഡിജിറ്റും ഒക്കെ മാത്രം സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷൻ പാർട്ട് സ്ട്രോങ് ആണെങ്കിൽ ആ തന്നേക്കുന്ന നമ്മൾ ആ ഒരു ഫോർമുലയിൽ ഇട്ട വാല്യൂസിന്റെ ഒക്കെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റും 2 ഡിജിറ്റും ഒക്കെ വെച്ചുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കും. ബട്ട് അതർവൈസ് നമ്മുടെ ആ ഒരു ബേസിക് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് അല്ലെങ്കിൽ ബേസിക് കാൽക്കുലേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അത് സ്ട്രോങ് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ഒക്കെ നമ്മൾ പേഴ്സണലി നമ്മൾ തന്നെ സെൽഫായിട്ട് ഇംപ്രൂവ് എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടി. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ, അതേപോലെ തന്നെ ക്യൂബ്സ്, ടേബിൾസ് ഒക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 1 തൊട്ട് 30 വരെയുള്ള സ്ക്വയർ എങ്കിലും നല്ലപോലെ പഠിച്ചു വെക്കുക. 30ന്റെ മേളിലോട്ടുള്ള സ്ക്വയർ വരുമ്പോൾ മാത്രം നമ്മൾ അവിടെ ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് അത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കും. അതേപോലെ ക്യൂബ് വരുന്ന സമയത്ത് 1 തൊട്ട് 20 വരെയുള്ള ക്യൂബ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ക്യൂബ് റൂട്ടോ കണ്ടുപിടിക്കേണ്ടി ആവശ്യം വരത്തില്ല. ബിക്കോസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 20 വരെയുള്ള ക്യൂബ്സ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ 20യുടെ മുകളിലോട്ടുള്ളതൊക്കെ പോകുകയാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 25 അല്ലെങ്കിൽ 30 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെയാണ് കൂടുതലും നമുക്ക് 20യുടെ മേളിലോട്ട് പോകുകയാണെങ്കിൽ വരുന്നത്. അതേപോലെ ടേബിൾസ് 1 തൊട്ട് 20 വരെയുള്ള ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റഫ് വർക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുക എന്താ 17x4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ പേപ്പറിന്റെ സൈഡിലേക്ക് പോയി നമ്മൾ അവിടെ നിന്ന് റഫ് വർക്ക് ചെയ്യും അല്ലെ? അപ്പോൾ ആ 17x4 എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ റഫ് വർക്കിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് ആ ഒരു വാല്യൂ വളരെ പെട്ടെന്ന് 68 ആണ് എന്ന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ എത്ര ആണ് എന്നുള്ളത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ 17x4 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 20x4 80 ആണെങ്കിൽ അതിൽ നിന്ന് 3x4 12 ആണെങ്കിൽ 18 12 കുറച്ച് കഴിഞ്ഞാൽ 68 എന്ന് വരും. അപ്പൊ ഈ രീതിയിലേക്കുള്ള കാൽക്കുലേഷൻ ട്രിക്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇനി വരുന്ന സെഷൻസിലൊക്കെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഏരിയാസ് ഒക്കെ തന്നെ സ്ട്രോങ് ആയി വരും. പക്ഷേ ഈ ഒരു ഏരിയാസ് സ്ക്വയർ റൂട്ട്, അതുപോലെ ക്യൂബ്, ടേബിൾസ്, ഈ ഒരു ഏരിയാസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുകൂടാതെ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് നമ്മൾ പേഴ്സണലി സ്ട്രോങ് ആക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയാസ് നല്ലപോലെ സ്ട്രോങ് ആക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് ഐഡിയാസ് ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നല്ലപോലെ ഒന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ബോഡമസ് ഒക്കെ എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമേ നമുക്കൊന്ന് മനസ്സിലാക്കാം. കുറേ നാളായിട്ടുണ്ടായിരിക്കും നമ്മളെല്ലാവരും അത് പഠിച്ചതിന് ശേഷം. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പം ബോഡമസിന് മുമ്പിൽ തന്നെ ഞാൻ ഒരു ആൽഫബറ്റ് കൂടി ആഡ് ചെയ്യുവാണ്. വി എന്നൊരു ആൽഫബറ്റ് കൂടി ഞാൻ ബോഡമസിന് മുമ്പിൽ ആഡ് ചെയ്യുവാണ്. അപ്പം വി ബോഡമസ്.
അപ്പോൾ ഇതിലെ ഓരോ ആൽഫബറ്റ്സും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മേ ബി കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും പേർക്കും അറിയാത്ത ഒരു ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി വി മാത്രമായിരിക്കും. ഞാൻ ഇപ്പോൾ എഴുതിയ ആ വി മാത്രമായിരിക്കും നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഒരു ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ വി എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ആ വിയുടെ ഫുൾ ഫോം എന്താന്നുള്ളത് അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ആ വി എന്ന് പറയുന്നത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വി എന്ന് പറയുന്നത് ആക്ച്വലി മീൻ ചെയ്യുന്നത് വിൻകുലം എന്നാണ് മീൻ ചെയ്യുന്നത്. വിൻകുലം. ഇനി എന്താ വിൻകുലം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിൻകുലം എന്താന്നുള്ളത് അറിയാം. ആക്ച്വലി ആ ടേം ആ ഒരു വിൻകുലം എന്നാണ് പറയുന്നത് എന്നുള്ളത് മാത്രം അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എന്താ വിൻകുലം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ 2 into 5 - 3. ഇതിന്റെ ഒരു ആൻസർ എന്ത് വരും? 2 into 5 - 3. ചെറിയൊരു നമ്പേഴ്സ് അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിൽ വരും. ആൻസർ വരാൻ പോകുന്നത് ഇപ്പം 7 ആണ് വരാൻ പോകുന്നത് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ വരും. പക്ഷേ നമുക്ക് കുറച്ചധികം വലിയ ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ബോർഡം സെൻസസ് ഇത് ആദ്യമേ എടുക്കണം എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അതർവൈസ് നമ്മൾ അങ്ങനൊന്നും ആലോചിക്കാറില്ല. നമ്മൾ വളരെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ബോർഡംസ് ഒന്നും ആലോചിക്കാറില്ല. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ആൻസർ ഓക്കെ 7 വരും എന്നുള്ള രീതി നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ. അപ്പോൾ വലിയ വലിയ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ബോർഡംസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ ആൻസർ നമുക്ക് 2 into 5 10, 10 - 3 നമുക്ക് 7 എന്ന് വരും. ബോർഡമസിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതുവാണ്. 2 into 5 - 3 ആൻഡ് ദിസ് ടൈം ഞാൻ ഈ 5 - 3യുടെ മേളിൽ ഒരു ബാർ കൂടി ഇടുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ബാർ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ഇപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ത് വരും? അപ്പൊ ഇപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് 2 into 5 - 3 2 എന്ന് വരും. ആൻഡ് 2 into 2 നമുക്ക് ആൻസർ എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ ഇപ്പൊ നമുക്ക് തോന്നും എന്താ പറയാ നമുക്ക് അപ്പോൾ ഈ പറയുന്ന ബാർ എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ബാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ ആദ്യമേ ഓപ്പറേറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ബാക്കിയുള്ളതിലേക്ക് പോകാവൂ. അപ്പൊ ഇത് ബാർ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് എന്താന്നുള്ളത് മനസ്സിലായി. അപ്പം ഈ വിൻകുലം എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ബാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ തന്നെയാണ് വിൻകുലം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രോപ്പർലി പറയുന്ന ഫോം ആണ് വിൻകുലം. നമ്മൾ ബാർ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോപ്പർലി പറയുന്ന ഫോം ആണ് വിൻകുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു ബാർ വന്നപ്പോൾ തന്നെ സെയിം ക്വസ്റ്റ്യൻ രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു ബാർ വന്നപ്പോൾ ആൻസർ എങ്ങനെ മാറി എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് വിൻകുലം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് വിൻകുലം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അപ്പോൾ സിംപ്ലിഫിക്കേഷനിൽ വിൻകുലം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം അല്ല. വളരെ റയർ കേസിൽ മാത്രമേ ആർക്കെങ്കിലും വിൻകുലം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരുപാട് ഷിഫ്റ്റി എക്സാം നടക്കുമ്പോൾ ചിലപ്പം അവിടെ ഒരു 5-6 ഷിഫ്റ്റി മാത്രം കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു വിൻകുലം വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെ ആയിരിക്കണം ആദ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓർഡർ അനുസരിച്ച് നിങ്ങൾ കണ്ടറിയാം ബോർഡംസിന്റെ ഏറ്റവും മുമ്പിലാണ് വി ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമേ ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ഓപ്പറേറ്റ് ചെയ്യണം? വിൻകുലം ഓപ്പറേറ്റ് ചെയ്യണം. ഇനി നമുക്ക് റിമൈനിങ് ടേംസിലേക്ക് പോകാം. ഇനി റിമൈനിങ് ടേംസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ടേംസ് ആണ്. അടുത്ത വരുന്ന ടേം ആണ് ബി എന്ന് പറയുന്നത്. സോ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രാക്കറ്റ് ആണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് പല ടൈപ്പുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടൈപ്പുകളൊക്കെ അറിയാം. ഈ ഒരു ബ്രാക്കറ്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ആദ്യം ഈ വരുന്ന ബ്രാക്കറ്റിനെയാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ കർലി ബ്രാക്കറ്റ് എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ അതിനെ ക്ലോസ്ഡ് ബ്രാക്കറ്റിനോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്രാക്കറ്റിനോ സ്ക്വയർ ബ്രാക്കറ്റിനോ ഒക്കെ പറയാനുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. പേര് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് അടുത്ത ഈ വരുന്നതാണ് നമ്മുടെ കർലി ബ്രാക്കറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് കൂടാതെ തന്നെ ഇതിനെ മോസ്റ്റ്ലി നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്നൊക്കെയും പറയാറുണ്ട്. ബിക്കോസ് ഇത് ഓപ്പൺ ആയി കിടക്കുന്ന ബ്രാക്കറ്റ്. ഓപ്പൺ ആയി കിടക്കുന്ന ബ്രാക്കറ്റിനെയാണ് നമ്മൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിലെ ഏത് ബ്രാക്കറ്റിനെയാണ് നമ്മൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓപ്പൺ ആയി കിടക്കുന്ന ബ്രാക്കറ്റ് അതിനെ ആദ്യം ഓപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ സെക്കൻഡ് നമ്മുടെ കർലി ബ്രാക്കറ്റും ആൻഡ് തേർഡ് അല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മുടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത്ര എക്സാക്ട്ലി നമ്മൾ ഫോളോ ചെയ്യത്തില്ല. ലൈക്ക് ഒരു ബ്രാക്കറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ മറ്റേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റിന് ഒരു പേജ് നിറച്ച് വരും. പക്ഷെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ആ ഒരു പ്രോസസ്സിൽ നമ്മളത് ചെയ്യുമ്പം നമ്മൾ പാരലായിട്ട് എല്ലാം ചെയ്തു പോകും. ഒന്നും മറ്റേതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ചെയ്തു പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് റിമൈനിങ് ടേംസിലേക്ക് കൂടി പോവാം. അടുത്ത വരുന്ന ടേം ആണ് ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എല്ലാവർക്കും അറിയാം ഓഫ് എന്നാണ് എടുക്കുന്നത്. ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ എവിടെയെങ്കിലും ഫംഗ്ഷന്റെ ഇടയ്ക്ക് ഓഫ് വരുവാണെങ്കിൽ നമ്മൾ ആ ഓഫിനെ ആയിരിക്കും ആദ്യമേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമേ ബാക്കിയുള്ളത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഓഫ് കൂടാതെ ഞാൻ അതിൽ ഒരു ടേം കൂടി ആഡ് ചെയ്യുവാണ്.
ഓർഡർ എന്ന് പറയുന്ന ഒരു ടേം കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഓഫ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പാരലായിട്ട് ഓഫ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ആ സ്ക്വയർ ഒക്കെ അവിടെ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ഒക്കെ അവിടെ തന്നെ അങ്ങ് സോൾവ് ചെയ്യണം. അതേപോലെ നമ്മൾ ക്യൂബ് ഉണ്ടെങ്കിൽ ക്യൂബ് ഒക്കെ അവിടെ തന്നെ സോൾവ് ചെയ്യണം. അതുപോലെ ക്യൂബ് റൂട്ട് ഉണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് ഒക്കെ നമ്മൾ അവിടെ തന്നെ സോൾവ് ചെയ്യണം. അതേപോലെ പിന്നെ നമുക്ക് വരുന്ന ബാക്കി ടേംസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ആ മിക്സഡ് ഫ്രാക്ഷൻ അവിടെ തന്നെ സോൾവ് ചെയ്യണം. അതുപോലെ ഫാക്ടോറിയൽ നമുക്ക് അങ്ങനെ വരാറില്ല നമ്മുടെ റെയിൽവേയുടെ എക്സാംസിന്. അത് യൂഷ്വലി ബാങ്കിന്റെ ഒക്കെ എക്സാമിന് ചിലപ്പോൾ ഫാക്ടോറിയൽസ് ഒക്കെ വരാറുള്ളൂ. അപ്പം ഇൻ കേസ് ഫാക്ടോറിയൽ ഒക്കെ ഉണ്ടെങ്കിൽ ഫാക്ടോറിയലൊക്കെ അവിടെ തന്നെ സോൾവ് ചെയ്യണം. സോ എക്സെട്ര അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ഓഫ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളും നമുക്ക് പാരലായിട്ട് ചെയ്തു പോകേണ്ടി വരും. ഈ ഓഫ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൂടെ അതിന്റെ കൂടെ പാരലായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോവുക. അതിനുശേഷം ഇനിയുള്ള 4 ടേംസ് എല്ലാവർക്കും അറിയാവുന്ന ടേംസ് ആണ്. സോ അടുത്ത വരുന്ന ഡി എന്ന് പറയുന്നതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അടുത്ത നമുക്ക് വരുന്ന ടേം എം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ കൺഫ്യൂസ് ആവില്ല. ഓഫ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. പിന്നെ പ്രോപ്പർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ പിന്നെ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അതേപോലെ അടുത്ത വരുന്നതാണ് എ എന്ന് പറയുന്നത്, എ ഫോർ അഡീഷൻ ആൻഡ് ലാസ്റ്റ് വൺ എസ് നമ്മുടെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സബ്ട്രാക്ഷൻ ആയിരിക്കും. പക്ഷേ അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മൾ പാരലായിട്ട് തന്നെ ചെയ്തു പോകും. ബട്ട് സ്റ്റിൽ ഒരുമിച്ച് ചെയ്തു പോകും എന്ന് പറഞ്ഞായിരിക്കും ബെറ്റർ. ബട്ട് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ ബോഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്നല്ല, ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുണ്ട്. ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 30, 35, 40 ദിവസത്തിലൊക്കെ തന്നെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എല്ലാം തന്നെ വളരെ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന, സ്കൂളിൽ നമ്മൾ വളരെ പഠിച്ച് തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബോഡമസ് എന്ന് പറയുന്നത്. ഇവിടെ വി മാത്രമാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബോഡമസ് എന്താണെന്നുള്ളത് അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ബോഡമസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ അത്യാവശ്യം ഈ പവേഴ്സ് വരാറുണ്ട്. അപ്പോൾ ആ പവേഴ്സിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നും ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടാതെ ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഫ്യൂച്ചർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. എസ്പെഷ്യലി ആ ഒരു സിലബസിൽ കൊടുത്തിരുന്ന ബോഡമസ് എന്ന് പറഞ്ഞ ടേം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പവേഴ്സ് വരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോൾ ബോഡമസിനകത്ത് ഇൻക്ലൂഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ഡെഫിനറ്റ്ലി അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇപ്പം ചോദിക്കുന്ന സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻസിൽ ഒരു പകുതിത്തോളം ക്വസ്റ്റൻസിലും ഏതെങ്കിലും രീതിയിലുള്ള പവേഴ്സ് തരാറുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബോ അല്ലെങ്കിൽ ഹയർ പവേഴ്സ് നമുക്ക് തരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പവേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ആ പവേഴ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ലോസ് ഉണ്ട്. ഒരു 3 ലോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആ ലോസിനെയാണ് ലോസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോസ് ഓഫ് പവേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ലോസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ 3 ലോസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ആദ്യത്തെ ലോ എന്ന് പറയുന്നതാണ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് നമ്മൾ എങ്ങനെ എടുക്കാം. എപ്പോഴെങ്കിലും 2 ടേംസിന്റെ ബേസ് സെയിം ആണെങ്കിൽ, ഓക്കെ, ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, ബേസ് സെയിം ആണ്, അതിന്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ പവേഴ്സിനെ ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എം പ്ലസ് എൻ എന്നായിരിക്കും നമ്മൾ അതിനെ എടുക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി സൈഡിൽ തന്നെ നോക്കി പോവാം, കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 5 എന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ബേസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, ആ 3 എടുത്തതിന് ശേഷം ആ പവേഴ്സിനെ ആഡ് ചെയ്താൽ മാത്രം മതി. പക്ഷെ ഇത് ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പൊ 2 പ്ലസ് 5 നമുക്ക് എന്ത് വരും, 7 എന്ന് വരും. നമ്മൾ 2 പ്ലസ് 5 7 എന്ന് വരും. സോ ഇതാണ് ഒരു ലോ. ഇനി അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കിയെങ്കിൽ അടുത്ത ലോയിൽ ഡിവിഷൻ ആണ് വരുന്നത്, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് സെയിം ആണെങ്കിൽ പക്ഷെ തമ്മിൽ ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന ലോ ആണ് എ റേസ് ടു, നമ്മളിവിടെ ഇൻറ്റു വന്നപ്പോൾ എന്ത് ചെയ്തു, പ്ലസ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, മൈനസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം മൈനസ് എൻ, എ റേസ് ടു എം മൈനസ് എൻ എന്നാണ് വരുന്നത്.
ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇതേ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്കിപ്പം ഒരു 3⁵ ഡിവൈഡഡ് ബൈ 3⁵ എന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബേസ് സെയിം ആയതുകൊണ്ട് നമ്മൾ 3 അതേപോലെ തന്നെ എടുക്കും. അതിനുശേഷം നമ്മൾ ആ 5ഉം 2ഉം കൂടി തമ്മിൽ മൈനസ് ചെയ്യും. സോ 5 - 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, 3⁵3 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇത് രണ്ടാമത്തെ ലോ. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ, അടുത്ത മൂന്നാമത്തത് a⁻m raised to n. a⁻m raised to n. ഈ ഒരു ലോ എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴെങ്കിലും പവർ ബേസ് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ മേളില് ഒരു പവറിന്റെ മുകളിൽ അടുത്ത പവർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പവേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ബ്രാക്കറ്റിന്റെ പുറത്താണ് അതുള്ളത്, അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ a⁻m into n എന്നായിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 3⁵2⁵5 എന്ന് തരുവാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കാൻ നേരത്തെ എങ്ങനെ ആയിരിക്കും എടുക്കുന്നത്, 3 ഈ 2ഉം 5ഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. 2 into 5 എന്നായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3⁵2 into 5 നമുക്ക് 10 എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്. ഈ 3 ലോസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ലോസ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ അകത്ത് വരുന്നത്. അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നതാണ് ഈ അവസാനം എഴുതിയിരിക്കുന്ന ലോ. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ റിവേഴ്സ് ഓർഡറിലും, അതാണ് ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ റിവേഴ്സ് ഓർഡറിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതിനെ രണ്ട് ഡയറക്ഷനിൽ ഉപയോഗിക്കും രണ്ട് ഡയറക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ a⁻m into n എന്നുള്ള സംഭവത്തിനെ തിരിച്ചും എഴുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ 3⁻10നെ നമുക്ക് ചിലപ്പം തിരിച്ചു എഴുതേണ്ടി വരും. എങ്ങനെ, 3⁻10നെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 5 എന്ന് എഴുതാം. അതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 3⁻2⁵5 എന്ന് എഴുതാം. അതിനെയല്ലേ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതുന്നത്. ഇങ്ങനെ നമുക്ക് തിരിച്ചും ചെയ്യേണ്ടി വരും പല ക്വസ്റ്റ്യൻസിന്റെ അകത്തും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലോസിനെ എടുക്കുന്നത്. സോ ഇത് 3 എണ്ണമാണ് നമ്മുടെ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, ഇപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയി കാണും. ഇനി ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതാം. ഇത് 3ആണ് ലോസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, എപ്പോഴെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴെങ്കിലും a⁻n എന്ന് വരുവാണെങ്കിൽ, ഒരു നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ, അപ്പോൾ നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇൻവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണം, 1/a⁻n എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ 1/a⁻n. അതേപോലെ അടുത്ത ഒരെണ്ണം, എപ്പോഴെങ്കിലും നമുക്ക് a⁻−1 എന്നാണ് വരുന്നതെങ്കിൽ, -1 കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഇൻവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. -1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഭവത്തിന് ഇൻവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 1/a എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. 1/a⁻1 എന്നുണ്ട്, പക്ഷെ നമുക്ക് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അങ്ങനെ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ 1/a എന്നായിരിക്കും എടുക്കുന്നത്. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് a⁻0 അല്ലെങ്കിൽ സംതിങ്⁻0. a⁻0 എന്ന് വന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ആയിരിക്കും എടുക്കുന്നത്, 1 എന്നായിരിക്കും എടുക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുക, എപ്പോഴായാലും ലൈക്ക് എനിത്തിങ്, എന്തെങ്കിലും, എനിത്തിങ് പവർ 0 എന്ന് വന്നാൽ അത് എപ്പോഴും മീൻ ചെയ്യുന്നത് എന്തായിരിക്കും, മീൻ ചെയ്യുന്നത് 1 എന്നാണ് മീൻ ചെയ്യുന്നത്. എനിത്തിങ്⁻0 1 എന്നാണ് മീൻ ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ഒരെണ്ണം, നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതെല്ലാം എഴുതുന്നത്. അടുത്ത ഒരു a/b⁻m എന്നാണ് തരുന്നതെങ്കിൽ, അപ്പോൾ എങ്ങനെ ആയിരിക്കും അതിനെ എടുക്കുന്നത്. അപ്പം മൈനസ് കാണുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ a/b ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും, b/a എന്ന് ആദ്യം അങ്ങ് എഴുതുക. അതിനുശേഷം പിന്നെ ആ എമ്മിനെ നമുക്ക് ഇതിന്റെ രണ്ടിനെയും മേളിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഓർ നമുക്ക് കോമൺ ആയിട്ടും എഴുതാം. എന്ന് പറഞ്ഞാൽ b/a⁻m എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ എഴുതിയിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് ക്ലിയർ ആയി കാണും. അപ്പോൾ ബോഡമസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് ഇല്ലാതെ ബോഡമസ് പറയാൻ പറ്റില്ല. എന്നിട്ട് ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് എപ്പോഴും നമ്മുടെ ഈ ബോഡമസിന്റെ കൂടെ ചേർത്ത് എടുക്കേണ്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ക്വസ്റ്റൻസിൽ നമുക്ക് ഈ പറയുന്ന ബോഡമസ് അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ അവിടെ ലോസ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ആപ്ലിക്കേഷൻസ് എപ്പോഴും കാണാറുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം സിമ്പിൾ ആണ്, നമ്മുടെ ഈ പറയുന്ന സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു വൺ ആൻഡ് ഓൺലി സിംഗിൾ റൂൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആ സിംഗിൾ റൂൾ എന്ന് പറയുന്നത് ബോഡമസ് മാത്രമാണ്.
പിന്നെ ലോസ് ഓഫ് ഇൻഡിസസ് ഡെഫിനറ്റ്ലി അവിടെ വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഓഫ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ പാരലൽ ആയിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. സ്ക്വയറും ക്യൂബൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമ്മൾ അതിന്റെ കൂടെ പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം ഇതിന്റെ ഒരു ബേസിക് ഐഡിയാസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബോർഡമസ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ സോൾവ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതി പോകുന്നതെന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഫോളോ ചെയ്യും. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ പറയുന്ന ഫുള്ള് ഓരോ സ്റ്റെപ്സിനെയും നമ്മൾ എക്സാക്ട്ലി അതേപോലെ ഫോളോ ചെയ്യത്തില്ല. കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾ പാരലായിട്ട് ചെയ്തു പോകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഭയങ്കര ലെന്തി ആവും. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 35 സെക്കൻഡ്സും ഒരു 1 മിനിറ്റിനകത്തുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് ലൈക്ക് ഈഫ് പോസിബിൾ പെന്നും പേപ്പറും ഉപയോഗിക്കാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റിനെ നമുക്കൊന്ന് ചെയ്തു പോകാം. അപ്പോൾ ഇവിടെ 12 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്കറിയാം ഡിവിഷൻ ആണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 8ഉം 2ഉം കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെയും അതിന്റെ അടുത്തുള്ള വേറെ ഒന്നിനെയും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്, ഓഫ് ആണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ 8/2 ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ബാക്കിയുള്ളതിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് തന്നെ ചെയ്തു പോകും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ലോ ഫോളോ ചെയ്യും. പക്ഷേ ലോ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പാരലായിട്ട് തന്നെ ചെയ്തു പോകും. ഇനി ബ്രാക്കറ്റിന്റെ അകത്തേക്ക് വന്നാൽ നമുക്ക് എന്തുണ്ട്, ഓഫ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ബ്രാക്കറ്റ് മൊത്തം ഞാൻ സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തുള്ളത് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിക്കില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ടൈമും ഒരുപാട് സ്റ്റെപ്സും ഒരുപാട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്സ് ഇവിടെ ശ്രദ്ധിച്ചോളുക. 12 ഇനി മൈനസ് 8/2 നമുക്ക് അതങ്ങ് ചെയ്യാം. അപ്പോൾ അത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒന്നിനെ എഫക്ട് ചെയ്യത്തില്ല. 8/2 എന്ന് പറയുന്നത് 8ന്റെ പകുതി 4 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൈനസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ 12 മൈനസ് 4 നമുക്ക് ചെയ്യാമായിരുന്നു. മൈനസ്, അപ്പോൾ കുറച്ചുകൂടി സ്റ്റെപ്സ് എഴുതി പോവാണ് മനസ്സിലാവാൻ വേണ്ടി. മൈനസ്, ഇനി ബ്രാക്കറ്റ് അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. 16 ഓഫ് -2. അപ്പോൾ 16 ഓഫ് -2 എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ആദ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 16 ഓഫ് -2 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു -2. അപ്പോൾ നമ്മുടെ 16ന്റെ ഡബിൾ എന്ന് പറയുന്നത് 32. പിന്നെ മൈനസ് ഉണ്ടായിട്ട് -32 എന്ന് വരും. ഇനി അടുത്തത് നമുക്ക് അവിടെ പ്ലസ് ആണുള്ളത്. സോ പ്ലസ് 3 ഇൻറ്റു 5 മൈനസ് 4. അപ്പോൾ ആദ്യമേ ഏതാ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യമേ ചെയ്യേണ്ടത്. പ്ലസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ അതിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യമേ ബോർഡമസ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ എന്ത് വരുന്നുള്ളൂ, അഡീഷനും സബ്ട്രാക്ഷനും വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 5 15 എന്ന് നമ്മൾ അവിടെ എഴുതുന്നു. എന്നിട്ട് പിന്നെ ആ -4 അതിന്റെ കൂടെ അവിടെ എഴുതുന്നു. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ബാക്കി അടുത്ത സ്റ്റെപ്പിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പാരലായിട്ട് ചെയ്തു പോകാം. ഒന്ന് 12 മൈനസ് 4 എന്ത് വരും, 8 എന്ന് വരും. സോ അത് നമ്മൾ അവിടെ തന്നെ ചെയ്തു. ഇനി മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. -32 പ്ലസ് 15 -4. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിനെയൊക്കെ നമുക്ക് പാരലായിട്ട് ചെയ്തു പോകാം. അപ്പോൾ -32 പ്ലസ് 15 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ -17 എന്ന് വരും. -17ഉം -4 കൂടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, -17 -4 -21 ആയിരിക്കും വരുന്നത്. -21. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ മൈനസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 8ഉം 21ഉം കൂടി അറിയാതെ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ല. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 8 മൈനസ് -21. അപ്പോൾ മൈനസ് ഇൻറ്റു -21 പ്ലസ് 21. 8 പ്ലസ് 21 എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്ത് വരും, നമുക്കിത് ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ എഴുതാം. 8 പ്ലസ് 29 എന്നാണ് നമ്മൾ ബ്രാക്കറ്റ് 21 എന്നാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. സോ 8 പ്ലസ് 21 നമുക്ക് ആൻസർ 29 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളത്. 1, 2, 3 സ്റ്റെപ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ 3 സ്റ്റെപ്പ് പോലും എക്സാമിൽ വരില്ല. എക്സാമിൽ മിനിമം ഒരു 2 സ്റ്റെപ്പിന്റെ അകത്ത് മിനിമം 2 സ്റ്റെപ്പ്, ഒരു മാക്സിമം 2 സ്റ്റെപ്പ് അത്രേ വരാൻ പാടുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് 29, ഓപ്ഷൻ സി 29 എന്നാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അഗെയിൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് ആൻസർ കമന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു പോകാം. 42/2. അപ്പോൾ 42യുടെ പകുതി എന്ന് എടുത്താൽ മതി. അപ്പോൾ 42യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 21 ആണ്. ഇനി പ്ലസ് a ഇൻറ്റു 3. അപ്പോൾ a ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 3a എന്ന് എടുക്കാം. ദെൻ -22 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 21ഉം -22 വേണമെങ്കിൽ ഒരുമിച്ച് ഡീൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് 21 -22 എന്ന് പറയുമ്പോൾ നമുക്കത് -1 എന്നായിരിക്കും വരുന്നത്. സോ 3a - 1 ഈക്വൽ ടു 8 എന്ന് വരും.
ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കത് 9 ആവും. സോ നമുക്ക് ഇവിടുന്ന് 3a ഈക്വൽ ടു 9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ വരും a ഈക്വൽ ടു 9/3. നമുക്ക് ആൻസർ 3 എന്നായിരിക്കും വരുന്നത്. സോ 9 - 3 3 എന്ന ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി 3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാം ഒരു 3 സ്റ്റെപ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു മാക്സിമം 2 സ്റ്റെപ്പിന്റെ അകത്ത് നമുക്ക് തീർക്കാൻ നോക്കുക. നമ്മൾ ഈ പറയുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നമ്മൾ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ചെറിയ ചെറിയ ഒരു കോളേജ് ടൈമിൽ നമുക്ക് അറിയാം, നമുക്ക് ഒരു ചെറിയ 2+2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ 2+2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അത് സോൾവ് ചെയ്ത് നോക്കിയിട്ടാണ് 4 എന്നുള്ള ആൻസർ മാർക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. നമുക്ക് ഈവൻ ദോ നമുക്ക് 4 എന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് സോൾവ് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യുന്നത്. കാൽക്കുലേറ്ററിൽ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്കിവിടെ കാൽക്കുലേറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മാനുവലി ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ നേരത്ത് നമ്മൾ വളരെയധികം ഈ പറയുന്ന കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആദ്യമേ കുറച്ചൊരു ലാഗ് കാണും. അപ്പോൾ ആ ലാഗ് ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ലാഗ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്പീഡ് കൂട്ടാനും സ്റ്റെപ്സ് കുറയ്ക്കാനും എന്നുള്ളത് കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്പീഡ് ആൻഡ് അക്യൂറസി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നടക്കത്തില്ല. അതൊരു ലോങ് ടേം പ്രോസസ് ആണ്. പക്ഷേ നമ്മളത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അത് ഇംപ്രൂവ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും അത് ട്രൈ ചെയ്യാതെ നമ്മൾ സ്റ്റിൽ സ്റ്റെപ്സ് എഴുതിക്കൊണ്ടേ ഇരിക്കുവാണ്, നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് ഇംപ്രൂവ് ആകത്തില്ല. അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മൾ മൈൻഡിൽ തന്നെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഇതേപോലത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസില്ല. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി പോവാം. അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സിംപ്ലിഫൈ എന്ന് പറഞ്ഞൊരു വലിയ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പവേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് ഉപയോഗിക്കേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച 3 ലോസ് ഓഫ് ഇൻഡസ്ട്രീസും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലോനെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ നേരത്ത് ഒരിക്കലും ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യല്ല. അതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ 5 എല്ലാം കൂടി തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഒരിക്കലും അത് ചെയ്യില്ല. ബിക്കോസ് അതെല്ലാം കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മേളിൽ വരാൻ പോകുന്ന ആ പവർ 5 കൂടി ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ തരുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു 4 മിനിറ്റ് മിനിമം എടുക്കും. നമുക്കവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയമുള്ളൂ? 35 സെക്കൻഡ്സ് ടു ഒരു 1 മിനിറ്റിന്റെ അകത്ത് ടൈം ഉള്ളൂ. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യനും എങ്ങനെ ആയിരിക്കും? അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 എത്ര വട്ടം തന്നിട്ടുണ്ട്? 5 വട്ടം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ തന്നെ ആ സംഭവത്തിനെ നമുക്ക് 5 എന്ന് എഴുതാമല്ലോ. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5നെ 5 എന്ന് എഴുതാം. 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ അതിന്റെ മുകളിൽ എന്ത് തന്നിട്ടുണ്ട്? വീണ്ടും ഒരു പവർ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 എന്ന് വരും. ഇനി ഇൻറ്റു അടുത്ത വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ 5 3 ടൈംസ് ഉണ്ട്. സോ 5ന്റെ ക്യൂബ് എന്ന് വരും. അതിനുശേഷം അതിന്റെ മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പവർ കൊടുത്തിട്ടുണ്ട് 5 എന്ന്. ഇനി ഡിവൈഡഡ് ബൈ ഒരു സിംഗിൾ 5 മാത്രം കൊടുത്തിട്ടുണ്ട്. സോ അതിനെ നമുക്ക് ഇവിടെ താഴേക്ക് എഴുതാം. സോ ഡിവൈഡ് ബൈ സിംഗിൾ 5. അപ്പോൾ നോക്കിയാൽ അത്രയും വലിയ ക്വസ്റ്റ്യൻ വളരെ ചെറുതായി. ഇനി ഈക്വൽ ടു 125 റേസ് ടു എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ 125ലേക്ക് പിന്നെ പോകാം. ആദ്യം ഇതിനൊന്ന് സോൾവ് ചെയ്തിട്ട് പോകാം. പിന്നെ നമുക്ക് ഓരോ ലോസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്കറിയാം, അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ത് ലോ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. a റേസ് ടു m റേസ് ടു n. നമുക്ക് അവിടെ 5 റേസ് ടു 5 തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു a റേസ് ടു m റേസ് ടു n എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ടത്? നമുക്ക് a റേസ് ടു m ഇൻറ്റു n എന്നായിരുന്നു നമ്മുടെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 5 റേസ് ടു 5 ഇൻറ്റു 5 നമുക്ക് 25 എന്നായിരിക്കും വരുന്നത്. ദെൻ ഇൻറ്റു അടുത്ത സെയിം ലോ വീണ്ടും 5 റേസ് ടു 3 റേസ് ടു 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 റേസ് ടു 3 ഇൻറ്റു 5 15 എന്നാണ് നമുക്ക് വരുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് അവിടെ 5 വരുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നോക്കുമ്പോൾ അടുത്ത ലോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ഏതാ ലോ ഉപയോഗിക്കേണ്ടത്? 5 റേസ് ടു 25 ഇൻറ്റു 5 റേസ് ടു 15. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ പവേഴ്സിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന a റേസ് ടു m ഇൻറ്റു a റേസ് ടു n 5 റേസ് ടു 25 ഇൻറ്റു 5 റേസ് ടു 15 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവേഴ്സിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ a റേസ് ടു m പ്ലസ് n എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പം 5 റേസ് ടു 25 പ്ലസ് 15 നമുക്ക് 40 എന്ന് വരും. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് 5 എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ലോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 5 റേസ് ടു 40 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 1 ആണ് വരുന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് a റേസ് ടു m മൈനസ് n എന്നാണ് എടുക്കേണ്ടത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 5:40/5:5 നമുക്ക് എങ്ങനെ എടുക്കാം? 5:40 മൈനസ് 1 നമുക്ക് 39 എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വെറും 5 ആണെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? 1 എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 മൈനസ് 1 39 എന്ന് വരും. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ വളരെ സിമ്പിൾ ഫോമിലേക്ക് അതെത്തി. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ വെറും 5:39 എത്തി. പക്ഷേ ഇനി ഇതല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 125 റേസ് ടു ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ 125ലേക്ക് പോകുവാണെങ്കിൽ നമുക്കറിയാം 125 റേസ് ടു എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ 125 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്ന് പറയുന്ന 5ന്റെ ക്യൂബ് ആണ് 125 എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇപ്പം കിട്ടിയ സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ 5:39 എന്ന് പറഞ്ഞ ഈ സംഭവത്തിനെ 5:39 ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, 5:3 വേണം നമുക്ക്. എന്നിട്ട് 125 വേണമെങ്കിൽ നമുക്ക് 3 വേണം. അപ്പൊ ഇതിനെ തന്നെ 39നെ തന്നെ നമുക്ക് 5:3 into 13 എന്ന് എഴുതിക്കൂടെ? 3 into 13 ആണ് 39. അപ്പൊ 5:3 into 13 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ തന്നെ നമുക്ക് 5:3 എന്ന് എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോനെ തിരിച്ചെഴുതുന്ന രീതി. അപ്പോൾ നമ്മൾ ആ ലോനെ തിരിച്ചെഴുതുവാണ് ഇപ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5:3 എന്ന് എഴുതാം. അതിനെയാണ് നമ്മൾ 5:3 into 13 എന്നും 5:39 എന്നും എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആ 5:3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. 5:3 എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. 5:3 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ 125 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരുന്നത് 125 എന്തെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ എന്താ കിട്ടിയത് നമുക്ക്? 125 എന്നാണ് കിട്ടിയത്. അപ്പം നമുക്ക് ആ ചോദിച്ചിരുന്ന സംഭവം എന്ന് പറയുന്നത് 13 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ ആ ഒരു ലോനെ നമ്മളിപ്പോൾ തിരിച്ചു ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് അവിടെ ഒരു എന്താ പറയുക 1, 2, 3, 4, 5 സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ്. നമുക്ക് വൺസ് ഒന്ന് ഈ ലോസിനെ ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് അത് തീർക്കാൻ പറ്റും. അപ്പോൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുക. സോ നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 13 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു വട്ടം കൂടി ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അപ്പോഴത്തേനും നിങ്ങൾക്ക് അത് കൺസെപ്റ്റ് ക്ലിയർ ആവും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് പോകുന്നത്. അത് ചെയ്യാൻ നേരത്തെ എന്ത് റൂളാണ് ഉപയോഗിക്കേണ്ടത്, ആ റൂൾ ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ആ റൂൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തു. അത് കൂടാതെ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് കൂടി നമ്മൾ പഠിച്ചു. ബിക്കോസ് ഒരുപാട് സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യനിൽ ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് കൂടി ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഫ്യൂച്ചറിൽ വരുന്ന സെഷൻസിൽ നിങ്ങൾക്ക് ബാക്കി ഫ്രാക്ഷൻസും ഡെസിമൽസും സ്ക്വയറും ക്യൂബ്സും ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് സിംപ്ലിഫിക്കേഷൻ്റെ കുറേ അധികം പ്രീവിയസ് ഇയർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആവും ഈ ഒരു റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. സോ നമുക്ക് വരുന്ന ഫ്യൂച്ചർ സെഷൻസിൽ വേറെ പുതിയ ടോപ്പിക്സുമായിട്ട് ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്